രാജസ്ഥാനിൽ നിയമസഭാ മന്ദിരത്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കെട്ടിടത്തിൽ നിന്ന് മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒഴിപ്പിച്ചിരിക്കുകയാണ്. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, നിലവിൽ പരിശോധന തുടരുകയാണോ? എന്തെങ്കിലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് രാജസ്ഥാൻ സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. സുരക്ഷാ സേനകൾ, കേന്ദ്ര സായുധ സേനകളടക്കം അവിടെ പരിശോധനകൾ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലേക്ക് ഇമെയിൽ വഴി ബോംബ് ഭീഷണി എത്തിയത്. തുടർന്ന് പോലീസും സുരക്ഷാ ഏജൻസികളും അവിടെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ സമഗ്രമായ തിരച്ചിലാണ് ബോംബ് സ്ക്വാഡിന്റെ അടക്കം നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കുന്നത്. രാവിലെയാണ് ഇമെയിൽ വഴി ഇത്തരത്തിലേക്ക് ബോംബ് ഭീഷണി ഉണ്ടായത്. കഴിഞ്ഞ മാസം 22-ാം തീയതി, ഒപ്പം തന്നെ ഈ മാർച്ച് മാസത്തിലും ഇത്തരത്തിലേക്ക് ബോംബ് ഭീഷണികൾ തുടരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇത്തരത്തിൽ ഇപ്പോഴൊരു തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാതെ തന്നെയാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിൽ നിയമസഭാ മന്ദിരത്തിനാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിശദാംശങ്ങളാണ് YS അഭിനന്ദൻ നൽകിയത്.